ഉത്തരേന്ത്യയിൽ ആൾക്കൂട്ട കൊലപാതകം സർവ്വസാധാരണമാണ്. നാം അതിനെ സ്ഥിരമായി അപലപിക്കുന്നതുമാണ്. അത്തരത്തിലുള്ള ഒരു കൊലപാതകം നമ്മുടെ വീട്ടുമുറ്റത്ത് നടന്നു, വാളയാറിൽ. അതിനെ നമുക്ക് ആൾക്കൂട്ട കൊലപാതകം എന്ന് മാത്രമല്ല വിളിക്കാനുള്ളത്. സംഘപരിവാർ രാജ്യമാകെ പടർത്തുന്ന വർഗീയ വിദ്വേഷത്തിന്റെ ഒരു ഇരയാണ് പാവം രാം നാരായൺ. അദ്ദേഹത്തിന് ബംഗ്ലാദേശ് സ്വദേശി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒറ്റനോട്ടത്തിൽ അവർക്ക് കണ്ടപ്പോൾ മുസ്ലിം എന്ന് തോന്നിക്കാണും. സ്വദേശി എന്ന് മുദ്രകുത്തി ചോദ്യം ചെയ്യലുകൾ നടത്തി അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്നത് ശരി തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിനെ കൊല്ലാക്കൊല ചെയ്യാൻ ആർക്കും അവകാശമില്ല. അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിരുന്നുവെങ്കിൽ തന്നെ അത് ശിക്ഷ നൽകാനുള്ള ഒരു അധികാരവും ഈ ക്രിമിനലുകൾക്കില്ല. അവർ അങ്ങനെ തെറ്റ് ചെയ്ത ഒരാളിനെ അവർ പോലീസിൽ പിടിച്ചേൽപ്പിക്കണമായിരുന്നു. അല്ലാതെ അദ്ദേഹത്തിനെ ഇഞ്ചിഞ്ചായി അടിച്ചു കൊന്ന് പൊട്ടാത്ത ഒരു എല്ല് പോലും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ക്രൂരമായി മർദ്ദിച്ച് രക്തം ഛർദ്ദിച്ച് മരിച്ചുവെന്ന് തോന്നിയത് കൊണ്ടാണ് അയാൾ അവിടെ ഉപേക്ഷിച്ച് ക്രിമിനലുകൾ ഓടിപ്പോയത്. അവസാനം അറസ്റ്റിലായപ്പോൾ പ്രതികൾ RSSകാരാണ്. 5 പേർക്ക് മുൻകാല ക്രിമിനൽ പശ്ചാത്തലവുമുണ്ട്. ഈ കൊച്ചു കേരളത്തിലും ഉത്തരേന്ത്യയിലെ സമ്പ്രദായങ്ങൾ കൊണ്ടുവരാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. അതിന് കേരളീയരായ നാം അനുവദിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. എതിർക്കാനുള്ളത് എതിർക്കേണ്ട സ്ഥലത്ത് കൃത്യമായി എതിർത്തിരിക്കണം. ആ പാവൻ മനുഷ്യൻ ഉപജീവനത്തിനായാണ് നമ്മളുടെ കേരളത്തിൽ എത്തിപ്പെട്ടത് ആണല്ലോ. പാവൻ 2 കുഞ്ഞു കുട്ടികൾ, ഭാര്യ അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം. എന്തൊക്കെ പ്രതീക്ഷകളുമായിരിക്കും അദ്ദേഹം ഇവിടെ എത്തിപ്പെട്ടത്. കേരളത്തിനെ അപേക്ഷിച്ച് ഉത്തരേന്ത്യയിൽ വേതനം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഉത്തരേന്ത്യയിലെ പാവ മനുഷ്യർ കേരളത്തിലേക്ക് ജോലി തേടിയെത്തുന്നത്. അങ്ങനെ എത്തിയതാണ് ഛത്തീസ്ഗഡ് സ്വദേശിയായ ഈ പാവം രാം നാരായണൻ. പക്ഷേ അവരുടെ പ്രതീക്ഷകൾക്കെല്ലാം മങ്ങലേൽപ്പിച്ച് ഒരു വിറങ്ങലിച്ച മനുഷ്യനെയാണ് നമുക്ക് തിരിച്ചവർക്ക് നൽകേണ്ടതായി വന്നത്. ഈ ഹീനമായ പ്രവൃത്തിയിൽ കേരളത്തിലെ ഓരോ മനുഷ്യനും ലജ്ജിച്ച് തല താഴ്ത്തുക തന്നെ വേണം. ഇതിനെ നമുക്ക് ഒരു മാനദണ്ഡം ഉപയോഗിച്ചും ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല.